ഇല്ല, നമ്മുടെ സംസ്കൃതത്തിൽ നിന്നാണ് ബാക്കിയുള്ള ഭാഷകളൊക്കെ ഉരുത്തിരിഞ്ഞു വന്നിരിക്കുന്നത്. നഖം, 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 പശു. ആകട്ടെ, ശരിക്കും വേർഡ് എന്താ? പശു. അടുത്തത് എന്താ? ഫലം. അത് ഒരു ഫ്രൂട്ട്സിനല്ല, എല്ലാ ഫ്രൂട്ട്സിനെയും കൂടിയിട്ടാണ് ഫലം എന്ന് പറയുന്നത്. ഇനിയുള്ള മുന്നോട്ടുള്ള കാലത്ത് ഇംഗ്ലീഷുമായിട്ട് കണക്ട് ചെയ്യണം മലയാള ഭാഷയുടെ. ബലൂൺ. ഇതിന്റെ മാമ പഠിപ്പിച്ചിരുന്ന മറ്റേ നാട്ടിലുള്ള എന്ത്? അതായത് എപ്പോഴും മലയാളം പഠിപ്പിച്ചു തരും. എന്ത്? എന്റെ മറ്റേ മാമ. ആദ്യം ഞങ്ങളെ പഠിപ്പിക്കാം ഇംഗ്ലീഷ് ആയിരിക്കും, പിന്നെ മലയാളം പഠിപ്പിക്കും, പിന്നെ ഇംഗ്ലീഷിന്റെ കുറച്ച് റിവൈസ് ആക്കിയിട്ട് നമുക്ക് കുറച്ച് ഡീറ്റെയിൽസ് എഴുതാനും വായിക്കാനും തരും. ഇപ്പൊ എത്ര വർഷമായി നാട്ടിൽ നിന്ന് പോന്നിട്ട്? കൊറേ വർഷം, ഒരു 6-7 വർഷം. 2 years. ഞാൻ 2 years നമ്പർ ഇട്ടാവില്ലേ? ജനുവരി വെച്ചിട്ട് ഡിസംബർ വരെ ആകുമ്പോ ഒരു വർഷം. പിന്നെയും ജനുവരിന്ന് ഡിസംബറിന് പോയാല് പിന്നെ 2 വർഷം. കൊറേ വായിച്ചു കഴിഞ്ഞു. ഇവിടെ ഇപ്പൊ ഇവിടെ ആയി. നമ്മളിത് എന്തിനാ തൂക്കിയിട്ടേക്കുന്നേ? ധനുസ് കഴിഞ്ഞു കഴിഞ്ഞാ തിരിച്ചിട്ടിട്ട് നഖം. യെസ്, ഗുഡ് ഗേൾ. പിന്നെ പശു കഴിഞ്ഞ ബലൂൺ. ഗുഡ്. അത് കഴിഞ്ഞ യെസ്. കൂട്ടി വായിക്കെന്താ? ഭരണി. ഇന്നലെ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോ മൈലാഞ്ചി വെച്ചിട്ട് എന്നെ വരച്ചതാണ് കേട്ടോ. എന്തായാലും മക്കളുടെ ക്രിയേറ്റിവിറ്റിക്ക് നമ്മൾ കൂടെ നിൽക്കണം കേട്ടോ. അതിൽ 100% നമുക്ക് കഴിയുന്നത് ചെയ്യണം. ഇതൊക്കെ അവരുടെ ടേസ്റ്റാണ്, സന്തോഷമാണ്. മക്കളുടെ ക്രിയേറ്റിവിറ്റിക്ക് കൂടെ നമ്മൾ നിൽക്കണം. എന്നാലാണ് അവര് നമ്മളെ ഫ്രണ്ട്സ് ആവുള്ളൂ, നമ്മുടെ കാര്യങ്ങളൊക്കെ കൂട്ടി നിൽക്കുള്ളൂ.